ഹായ് ഫ്രണ്ട്സ്, കുത്തുവരിയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നത് മറ്റൊന്നല്ല, എൻ്റെ ഒരു പെയിൻറ്റിങ് ആണ്. നമ്മുടെ കഴിഞ്ഞൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ അക്രിലിക്കിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഒരു വീഡിയോ, ഒരു പെയിൻറ്റിങ്, അക്രിലിക് പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ട് അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങൾ എന്നെ പോലുള്ളവർക്ക് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ പൊതുവേ ഒരു ആർട്ടിസ്റ്റുകളിനെ ഒരു തള്ളിക്കളയുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻസുകളതിൽ നിങ്ങൾ അടിയിൽ പറയുക, വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അതുമായിട്ട്, അപ്പോൾ നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റിനനുസരിച്ചായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ വരുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഇതാണ്. ഒരു ആന, ആഫ്രിക്കൻ ആന, അതിൻ്റെ ഫാമിലിയാണ്. ഒരു വാത്സല്യം എന്നുള്ളൊരു തീമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് വർക്കാണ്, അക്രിലിക് വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു യെല്ലോ കളർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോണോക്രോം പോലത്തെ ഒരു വർക്കാണ്. ഒരു ബേൺസീന കാപ്പി കളർ, അതിൻ്റെ ആ ഒരു ലെവൽ, ഒരു ടച്ചുള്ള ഒരു കളറാണ് ഉദ്ദേശിക്കുന്നത്. റിയൽ ആയിട്ടുള്ള കളറില്ല. അതുകൊണ്ട് നമ്മൾ യെല്ലോ കളർ നമ്മൾ എല്ലാവിടെയും ഒന്ന് കൊടുത്ത് ആദ്യം തന്നെ ഒരു യെല്ലോ കളർ വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ യെല്ലോ കളർ നമ്മൾ ക്യാൻവാസ് ഫുള്ളായിട്ട് എത്തിക്കുക. യെല്ലോ കളർ എത്തിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയൊക്കെ ചെറിയ രീതിയിൽ ഡാർക്ക് വേണം, ഒരു ബേൺസീന എന്നുള്ള കളർ, അതായത് കാപ്പി കളർ, എവിടെയൊക്കെ ഒരു ചെറിയ രീതിയിൽ വേണം എന്നുള്ളത് പേപ്പർ നമ്മൾ ലൈറ്റ് ഉള്ളത് അവിടെ മാക്സിമം വിട്ടിട്ട് നമ്മൾ ഹൈലൈറ്റ് എവിടെയൊക്കെ വരുന്ന അവിടെ ഭാഗങ്ങളെ കുറച്ച് കമ്മിയാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ആ ഡാർക്ക് എവിടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നല്ലപോലെ ആ ഡാർക്കുകൾ വെച്ച് സെറ്റാക്കുക. ഏത് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഡാർക്ക് വേണമെന്ന് നമുക്കറിയാം. അവിടെയൊക്കെ നമ്മൾ ആ ബേൺസിൻ്റെ കളർ നമുക്ക് അനുസരിച്ച് വേണ്ടത്ര ഡാർക്ക് ആക്കിയിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. എത്രമാത്രം വേണം ഓരോരോ ലെയറായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു ലെയർ കൊടുക്കുക, അത് ട്രൈ ആയതിനു ശേഷം അടുത്ത ലെയർ കുറച്ചുകൂടി ഡാർക്ക് എവിടെയൊക്കെ വേണമെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു മെയിൻ ഫിഗർ നമ്മൾ ഏകദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുട്ടികളുണ്ട്, അതിലും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ എവിടെയൊക്കെ ആദ്യം വേണം, പിന്നെ ലൈറ്റ് വയ്ക്കുക, പിന്നെ നമ്മൾ അതിന് ഹൈലൈറ്റ്, അങ്ങനെ ആ ലൈറ്റും ഡാർക്കും നോക്കി നമ്മൾ ഡാർക്ക് വെച്ച് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മോണോക്രോം പോലെ ഒരു സെയിം ഒരു ഒറ്റ കളറിലായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര റിസ്ക് ഇല്ല. വെറൈറ്റി കളറുകളാകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി റിസ്ക് വരുന്നത്. അപ്പോൾ അതിൽ ആ റിസ്ക് വരുന്നില്ല. അപ്പോൾ നമ്മളത് മറ്റേ തൊട്ടടുത്തുള്ള മറ്റേ വലിയ ആനയ്ക്കും കൂടി നമ്മൾ ആ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുക. മൊത്തത്തിൽ ഇപ്പോൾ ആന ഏകദേശം നമ്മൾ കൊടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ചെറിയ കളർ വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം അതിനനുസരിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യുക. കാരണം ഇതൊരു ഡാർക്ക് വർക്ക് ആയതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഫിനിഷായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഫൈനലായിട്ട് നമ്മൾ എവിടെയൊക്കെ ലൈറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഏറ്റവും കൂടുതൽ എവിടെയൊക്കെ തട്ടുന്നോ ആ ഭാഗങ്ങളിൽ നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു കളർ വെച്ച് കൊടുക്കുക. ഏതാണ് കളർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു യെല്ലോയാണ് എടുത്തിരിക്കുന്നത്. 11 എന്നുള്ള പറയുന്ന ആ കളർ കൊണ്ടാണ് ഞാൻ ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ലൈറ്റ് നമ്മൾ എവിടെയൊക്കെ വേണം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ ഏകദേശം റെഡി ആയിട്ടുണ്ട് റെഡി ആവും. ആ ഹൈലൈറ്റ് കൂടെ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ റെഡി. അതിനനുസരിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മുടെ പിക്ചർ റെഡിയായി കിട്ടും. ക്യാൻവാസ് വർക്ക് ആയതുകൊണ്ട് തന്നെ, അക്രിലിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ കളർ, നമ്മൾ സാധാരണ വാട്ടർ കളർ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനും ആ ഒരു ലെവലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിനോട് എന്താ പറയുക, ഒരു ഓയിലിൻ്റെ ഒരു ടച്ചും കൂടി ഇരുന്നോട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ ആ ഒരു മെത്തേഡും കൂടി ചെറുതായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. വാട്ടർ കളർ എന്നുള്ള ആ ഒരു മെത്തേഡിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ഒരു ഓയിൽ കളറിൻ്റെ മെത്തേഡും കൂടി ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് പറയുക. ഓക്കെ, അതാണ് വർക്ക്. ഓക്കെ, നമ്മുടെ ആർട്ടിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും താല്പര്യം എൻ്റെ താടിയെക്കുറിച്ച് അറിയാനാണ്. താടി എങ്ങനെ വന്നു, താടി എത്ര മാസമായി വളർത്തുന്നു, അതിൻ്റെ ടിപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. നമ്മുടെ ഒരു ആർട്ട് ചാനലായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊരിതില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ഇത്രയും പേര് ചോദിക്കുമ്പോൾ നമ്മൾ ആർട്ടിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ആർട്ട് ചെയ്യുന്ന വ്യക്തിയും ആർട്ടിസ്റ്റും പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഞാൻ എന്തായാലും മറുപടി തരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ടിപ്സിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്. താടി വരാനും അതിനുള്ള ടിപ്സുമായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോയും കൂടി പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക. ഞാൻ അടുത്ത വീഡിയോ വിടാതെ കാണുക. അപ്പോൾ അത് അടുത്തായിട്ട് തന്നെ ആ വീഡിയോ ഉണ്ടാവും.